PM ശ്രീ പദ്ധതി മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നൽകേണ്ട കത്തിന്റെ കരട് സർക്കാർ തയ്യാറാക്കി. മുഖ്യമന്ത്രി കണ്ട ശേഷം ചീഫ് സെക്രട്ടറി കത്ത് കേന്ദ്ര സർക്കാരിന് കൈമാറും. മന്ത്രിസഭാ യോഗ തീരുമാനം കേന്ദ്രത്തെ ഇന്നോ നാളെയോ അറിയിക്കും. പദ്ധതിയിൽ ഒപ്പുവെച്ച ശേഷം മരവിപ്പിക്കാനുള്ള നീക്കം കാപട്യമാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രതികരിച്ചു. അവർ ഒപ്പുവെച്ചതല്ലേ? കഴിഞ്ഞ വർഷം തന്നെ 2023 ഹയർ എഡ്യൂക്കേഷൻ തുടങ്ങി 2024 അവർ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പഠിക്കാതെ അല്ലല്ലോ, ഒപ്പുവെക്കുകയും ചെയ്തു. അപ്പോൾ ഒപ്പുവെച്ച ഒരു സർക്കാർ പിന്മാറുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും എഗ്രിമെൻ്റ് ഒപ്പുവെച്ച അത് കത്ത് കൊടുത്താൽ മതി. സാധാരണക്കാരന് മനസ്സിലാകുന്നതല്ലേ എഗ്രിമെൻ്റ് വെക്കുന്നത്. വെറുതെ കത്ത് കൊടുക്കുക, അല്ല ചെന്നിട്ട് ഇനി എനിക്ക് പറ്റിയല്ല എന്ന് പറയുന്ന പോലെയല്ലേ. കത്തിന് കടലാസിൻ്റെ വിലയല്ലേ ഉള്ളൂ. പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കുന്ന പോലെയുള്ളൂ, അതിന് കടലാസിൻ്റെ വിലയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഉടനെ തന്നെ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുക, കാവിപ്പണം ഞങ്ങൾ സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ കാവിപ്പണം ഞങ്ങൾ നിഷേധിച്ചിരിക്കുന്നു എന്ന് പറയട്ടെ. അതല്ല നല്ലത്. വിവരങ്ങൾ വിജിൻ വായാന്തോട് നൽകും. വിജിൻ, ഒപ്പുവെച്ച ശേഷം അങ്ങനെ മരവിപ്പിക്കാനോ പിന്നോട്ടു പോകാനോ കഴിയില്ല എന്നാണ് BJPയുടെ ഒരു വാദം. പക്ഷേ എന്തായാലും കത്ത് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി കണ്ട ശേഷം എപ്പോഴായിരിക്കും കേന്ദ്രത്തിന് നൽകുക? ഇനി കേന്ദ്രത്തിന്റെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എന്തായിരിക്കും എന്നതിലും ആശങ്കയുണ്ടോ? ദിവ്യ, കേന്ദ്രത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. പക്ഷേ ജോർജ് കുര്യൻ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. കാരണം പഞ്ചാബ് ഇങ്ങനെ ഈ MOUവിൽ ഒപ്പിടുകയും PM ശ്രീയുടെ ഭാഗമാവുകയും ഒക്കെ ചെയ്ത ശേഷം തങ്ങൾക്ക് ഇതിൽ തുടരാൻ താല്പര്യമില്ല എന്നറിയിച്ച് നേരത്തെ കത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ പദ്ധതി മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഫണ്ടുകളൊക്കെ പിടിച്ചുവെക്കുകയും ഈ SSK പോലുള്ള ഫണ്ടുകൾ നൽകാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് പഞ്ചാബ് വീണ്ടും ഈ കരാറിന്റെ ഭാഗമാകുന്നത്. അതുപോലെയുള്ള നടപടിയിലേക്ക് തന്നെയാണ് സർക്കാർ പോകുന്നത്. തങ്ങൾക്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമല്ല എന്നുള്ള കത്താണ് നൽകാൻ പോകുന്നത്. നിബന്ധനകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പ്രധാനമായും ഈ കത്തിൽ പറയാൻ പോകുന്നത്. അങ്ങനെയുള്ള കരട് ആണ് ഇപ്പോൾ നിലവിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയാണ് കത്ത് നൽകുക. നേരത്തെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും ഒപ്പം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും തമ്മിലാണ് കരാർ ഒപ്പിട്ടതെങ്കിൽ ഇത് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം എന്നുള്ള നിലയിൽ ചീഫ് സെക്രട്ടറിയാണ് നേരിട്ട് കത്ത് നൽകാൻ പോകുന്നത്. അതിനുള്ള ഡ്രാഫ്റ്റ് നിലവിൽ തയ്യാറാക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രി എത്തിയാൽ മുഖ്യമന്ത്രിയുടെ കൂടി അനുവാദത്തോടെ മുഖ്യമന്ത്രിയെ ഈ കത്ത് പകർപ്പ് കാണിച്ച് അതിനുശേഷം കേന്ദ്ര സർക്കാരിന് കത്ത് നൽകാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. എന്തായാലും PM ശ്രീ പദ്ധതി മരവിപ്പിക്കുക എന്ന നടപടിയിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട്. അതിന്റെ ആദ്യഘട്ട പരിപാടികൾ പോലും ഒന്നും നടത്തിയിരുന്നില്ല. കാരണം നടപടിക്രമങ്ങളൊന്നും ആരംഭിക്കാത്ത സമയത്ത് തന്നെയാണ് വിവാദങ്ങൾ ഉണ്ടാകുന്നതും CPI വലിയ എതിർപ്പ് അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ പ്രതിഷേധങ്ങളിലേക്ക് ഒക്കെ പോവുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ സർക്കാർ ഈ പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്രത്തെ അറിയിക്കാൻ തീരുമാനമെടുത്തത്. മന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യത്തിലുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങളും സർക്കാർ ആരംഭിച്ചിട്ടില്ല. സ്കൂളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കണം. അതുമായി ബന്ധപ്പെട്ട ഈ ക്രോഡീകരിച്ച് ഏകദേശം 183ഓളം സ്കൂളുകൾ തയ്യാറാക്കണം. അതിനുശേഷം കേന്ദ്ര സർക്കാർ തന്നെ ഒരു പോർട്ടൽ തുറക്കണം. ആ പോർട്ടൽ തുറന്ന് അതിനകത്താണ് ഈ സ്കൂളുകളുടെ ലിസ്റ്റ് പട്ടിക അത് അപ്ലോഡ് ചെയ്യേണ്ടത്. പ്രപ്പോസലായി ഒക്കെയാണ് സമർപ്പിക്കേണ്ടത്. അതിനുള്ള ഒരു നടപടികളും ഇനി നീക്കേണ്ടതില്ല എന്ന് സർക്കാർ നിലവിൽ ഉദ്യോഗസ്ഥർക്ക് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല എന്ന കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. അതിനെ ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ CPIയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ തന്നെ ഈ വിഷയത്തിൽ സർക്കാർ വഴങ്ങുകയും CPM തങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന നിലപാടിൽ ഇനി മറ്റു തരത്തിലുള്ളൊരു നടപടികളിലേക്കോ പ്രതിഷേധത്തിലേക്കോ പോകേണ്ടതില്ല. ഏതെങ്കിലും തരത്തിലൊരു വിവാദ പരാമർശങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതില്ല എന്നുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വൈകാരികമായി നടത്തിയ പ്രതികരണങ്ങൾക്ക് അവർ വളരെ മയപ്പെട്ട നിലയിലുള്ള മറുപടി ഖേദപ്രകടനം ഉൾപ്പെടെ നടത്തി മുന്നോട്ട് പോകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഖേദപ്രകടനങ്ങൾ ഒക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് AIYF AASF തലത്തിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി എത്തിയതിൽ അവരോട് വിശദീകരണം ചോദിക്കാനുള്ള നീക്കത്തിലേക്കൊക്കെ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPIയുടെ എതിർപ്പിന് വഴങ്ങിയായിരുന്നു പദ്ധതി മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്ത് നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. CPM തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി കത്ത് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. കത്തിന്റെ കരട് അത് മുഖ്യമന്ത്രി കണ്ട ശേഷം അത് കേന്ദ്രത്തിന് നൽകും. ഇനി